ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് പോയി അരിയൊക്കെ അടുപ്പത്തിട്ടപ്പോഴേക്കും ഇതാ വന്ന് നമ്മുടെ വാമിക്കുട്ടി ഉണർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവളുടെ കാര്യം പറച്ചിലൊക്കെ കേട്ടു അവളോട്ട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈദിക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവനെയും കുറച്ച് നേരം കളിപ്പിച്ചു. അവ അമ്മൂമ്മയുടെ കയ്യിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ഇപ്പോൾ അടങ്ങിയിരിക്കത്തേ ഇല്ലേ, എപ്പോഴും തറയിൽ ഇങ്ങനെ എഴുതി നടക്കണം. അങ്ങനെ കുറേ നേരം തറയിലൊക്കെ നിന്ന് താളമൊക്കെ ചവിട്ടിക്കൊണ്ടിരുന്നു. വാമി ചേച്ചി അവനെ അപ്പുറത്ത് നിന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളതിന് മുകളിൽ ഇരുന്നിട്ട് അവനെ ഓരോന്ന് കാണിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. നേരെ ദോശക്കല്ലൊക്കെ എടുത്ത് അടുപ്പിലേക്ക് വെച്ചു. എണ്ണയൊക്കെ പുരട്ടി നമ്മൾ ദോശ ഇടാൻ പോകണം. ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയാണ് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ടു, മാവൊക്കെ ഒഴിച്ചു. ദോശയൊക്കെ ചുട്ട് വെച്ചതിന് ശേഷം നമ്മൾ നേരെ വാമിക്കുട്ടിയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ വാമിക്കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അമ്മ ദോശ, അമ്മ സുട്ട ദോശ, അങ്ങനെ വാമിക്കുട്ടിയുടെ പാട്ടൊക്കെ കഴിഞ്ഞ് അവൾക്ക് നമ്മൾ ദോശയൊക്കെ കൊടുത്തു. അവളതൊക്കെ കഴിച്ചു. വൈദിക്കിനും കുറച്ച് ദോശ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ അവ ഒരു ഭാഗം തിന്നത്തില്ല. അങ്ങനെ അവൻ നിബിളും കുപ്പിയിലെ വെള്ളമൊക്കെ തട്ടി വീശി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ചു. തോർത്തൊക്കെ കൊടുത്ത് സുന്ദരമണി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴേക്കും വാമി ചേച്ചി അവൻ്റെ അടുത്ത് നിന്ന് ഞൊണ്ടക്കം തുടങ്ങി. അവൾക്ക് എപ്പോഴും അവനെ ഞൊണ്ടിരിക്കണം. അവനാണെങ്കിലോ അപ്പോഴേക്കും കരച്ചിലും ഒക്കെ തുടങ്ങും. പിന്നെ കുറേ നേരം അവനെ കളിപ്പിച്ചു. അപ്പോഴേക്കും അവനെ പൊട്ടൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കി റെഡിയാക്കി. പിന്നെ കുറച്ച് നേരം അവരുടെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ കാര്യം പറയുമ്പോഴേക്കും ഭയങ്കര ചിരിയാണ് കേട്ടോ. ഇപ്പം നല്ല പല്ലൊക്കെ വന്നിട്ടുണ്ട്. പല്ല് കാണിച്ച് കുറേ നേരം കിടന്ന് കളിച്ച് ചിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവനെ ഒരു സൈഡിൽ ഉറക്കി കിടത്തിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ഇന്ന് ഉച്ചയ്ക്ക് വറുത്തരച്ച തീയലായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിക്കാമെന്ന് വെച്ചു. തേങ്ങയൊക്കെ ഒന്ന് വറുക്കുകയാണ്. ബ്രൗൺ നിറം ആവുന്ന വരെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഓർത്തത് തുണി കഴുകിയില്ലല്ലോ. പിന്നെ നേരെ പോയി തുണിയൊക്കെ കഴുകിയിട്ടു. ഒരുപാട് തുണി ഉണ്ടായിട്ട് നേരത്തെ കഴുകിയിടാന്ന് വെച്ച്, മഴയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കഴിവായിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും വൈദിക്കൂട്ട് ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ നിന്ന് കളിച്ചു. അപ്പോഴേക്കും ചോറ് തന്നെ വയറ് വിശന്നു. അങ്ങനെ ചോറും കോവയ്ക്കാത്തോരനും തീയലും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ 3 മണിയായപ്പോഴേക്കും വാമിക്കുട്ടി വിളിക്കാൻ വേണ്ടി അംഗൻവാടിയിലേക്ക് പോയി. അംഗൻവാടി ചെന്ന് തിരിച്ച് നമ്മുടെ വാമിക്കുട്ടി വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് നേരം അവൾ ഹായൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു. അങ്ങനെ നേരെ വന്നപ്പോഴേക്കും അവൾക്കാണെങ്കിൽ വിശക്കുന്ന അമ്മയെ കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് കുറച്ച് കേക്കും മിച്ചറും ഒക്കെ കഴിക്കാൻ കൊടുത്തു. അപ്പോഴേക്കും വൈദിക്ക് വീണ്ടും അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കേക്കൊക്കെ പിച്ച് അനിയൻ്റെ വായിലൊക്കെ വെച്ച് സ്നേഹപ്രകടനമൊക്കെ നടത്തിയ ശേഷം ചേട്ടൻ വന്നപ്പോൾ ഒരു കിൻഡർ ജോയ് കൊണ്ടുവന്നു. കുറേ ദിവസം കൊണ്ടേ പറയുന്നു കിൻഡർ ജോയ് വേണമെന്ന്. അങ്ങനെ ഇന്നൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ തുറന്നു നോക്കാനുള്ള ശ്രമത്തിലാണ് വാമി. പക്ഷേ അവൾക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ അടുത്ത് അമ്മയൊന്ന് തുറന്നാന്നും പറഞ്ഞിട്ട്, അപ്പോഴേക്കും ഞാൻ അവളെ ഇറക്കിയിട്ട് തുറന്നു കൊടുക്കാൻ നോക്കി. അപ്പോൾ ഇതിനകത്തൊരു കളിപ്പാട്ടം ഉണ്ടല്ലോ, നമുക്ക് കളിപ്പാട്ടം കിട്ടുമല്ലോ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കളിപ്പാട്ടം എന്താണെന്നുള്ള നോക്കാനുള്ള ക്യൂരിയോസിറ്റിക്ക് ഞാൻ കളിപ്പാട്ടം വരുന്ന സൈഡാണ് എടുത്തത്. പക്ഷേ മാമിക്കത് കൊടുത്തപ്പോഴേക്കും മാറിപ്പോയി. അവൾ കൊണ്ടുവരുന്നതിനകത്തായിരുന്നു കളിപ്പാട്ടം, ഞാൻ തുറന്നതിനകത്താണെങ്കിൽ ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഇച്ചിരി ഒരു സാധനത്തിനാണ് 50 രൂപ. അങ്ങനെ അത് പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കളിപ്പാട്ടം ഇനി കൊണ്ടുവന്ന് നോക്കട്ടെന്ന്. അങ്ങനെ കളിപ്പാട്ടമൊക്കെ മേടിച്ച് തുറന്ന് നോക്കാൻ പോകണം കേട്ടോ. കളിപ്പാട്ടം തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നു അതിനകത്തൊരു ക്യൂട്ട് ഡോള്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യണം നമ്മൾ കേട്ടോ. പാർട്സായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഡോളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോഴേക്കും നമ്മുടെ മാമിക്കുട്ടി അവിടെ മാക്കം തീറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം തോണ്ടി മേടിച്ച് അവൾ തിന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ ആ പാവക്കുട്ടിയെ സെറ്റ് ചെയ്തെടുത്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ല കളറായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ഡോളായിരുന്നു. അങ്ങനെ ഞാൻ മാമിയോട് ചോദിച്ചു, മാമി നിനക്കിത് വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് വേണം പാവക്കുട്ടിയെന്ന് പറഞ്ഞിട്ട് അതെൻ്റെ അങ്ങ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അത് മേടിച്ചു പോയി. കിൻഡർ ജോയും കൊണ്ടുപോയി, എല്ലാം അവൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും വൈദിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചിരി അവരും കൊടുത്തു കേട്ടോ. വൈകുന്നേരം നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിടത്ത് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നു എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ബൈ ബൈ.